എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ആരാധനയിലേക്ക് എല്ലാവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ ഞങ്ങളുടെ ദൈവമേ, ഈ വിശുദ്ധ ആഴ്ച ഞങ്ങൾക്ക് നൽകിയ നിൻ്റെ വലിയ കൃപയ്ക്കായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവെ, ഭവനങ്ങളിലായിരുന്നു കൊണ്ട് ഞങ്ങൾക്ക് ഒരുമിച്ച് ദൈവമേ നിന്നെ മഹത്വപ്പെടുത്തുവാൻ, ആരാധനയിൽ പങ്കുകൊള്ളുവാൻ നീ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്നതിനായിട്ട് ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു. കർത്താവിൻ്റെ ദിവ്യമായ സാന്നിധ്യം ഞങ്ങളുടെ മേൽ തരുമാറാകണമേ. ക്രിസ്തു വഴി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമാറാകണം പിതാവേ. ആമേൻ. 507 പാട്ട് നമുക്ക് പാടാം. 507 പാട്ട്. രക്ഷകന രക്ഷകന
സങ്കീർത്തനം. യഹോവയെ സ്തുതിപ്പിൻ, എൻ മനമേ യഹോവയെ സ്തുതിക്കാം. ജീവനുള്ളെന്നും ഞാൻ യഹോവയെ സ്തുതിക്കും. ഞാനുള്ള കാലത്തോളം എൻ്റെ ദൈവത്തിന് കീർത്തനം ചെയ്യും. നിങ്ങൾ പ്രഭുക്കന്മാരിൽ ആശ്രയിക്കരുത്, സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യപുത്രരിലും വരുത്. അവൻ്റെ ശ്വാസം പോകുന്നു, അവൻ മണ്ണിലേക്ക് തിരിയുന്നു, അന്ന് തന്നെ അവൻ്റെ നിരൂപണങ്ങൾ നശിക്കുന്നു. യാക്കോബിന്റെ ദൈവം സഹായമായി, ദൈവമായ യഹോവയിൽ പ്രത്യാശയുള്ളവൻ ഭാഗ്യവാൻ. അവൻ ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലവും ഉണ്ടാക്കി. അവൻ എന്നേക്കും വിശ്വസ്തത കാക്കുന്നു. പീഡിതന്മാർക്ക് അവൻ ന്യായം പാലിച്ചു കൊടുക്കുന്നു, വിശപ്പുള്ളവർക്ക് അവൻ ആഹാരം നൽകുന്നു. യഹോവ ബദ്ധന്മാരെ അഴിച്ചുവിടുന്നു. യഹോവ കുരുടന്മാർക്ക് കാഴ്ച കൊടുക്കുന്നു. യഹോവ കുനിഞ്ഞിരിക്കുന്നവരെ നിവർത്തുന്നു. യഹോവ നീതിമാന്മാരെ സ്നേഹിക്കുന്നു. യഹോവ പരദേശികളെ പരിപാലിക്കുന്നു. അവൻ അനാഥനെയും വിധവയെയും സംരക്ഷണം ചെയ്യുന്നു. എന്നാൽ ദുഷ്ടന്മാരുടെ വഴി അവൻ മറിച്ചു കളയുന്നു. യഹോവ എന്നേക്കും വാഴും. സിയോനെ ദൈവം തലമുറകളോളം തന്നെ. യഹോവയെ സ്തുതിപ്പിൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. നമുക്ക് രണ്ട് വേദഭാഗങ്ങൾ വായിച്ച് കേൾക്കാം. ഒന്നാമത്തെ വായന ഭാഗം വിശുദ്ധ പത്രോസിന്റെ ഒന്നാമത്തെ ലേഖനം 2-ാമത്തെ അധ്യായം 2 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പിൻ. കർത്താവ് ദയാലുവെന്നും നിങ്ങൾ ആസ്വദിച്ചിട്ടുണ്ടല്ലോ. മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ അവൻ്റെ അടുക്കൽ വന്നിട്ട് നിങ്ങൾ ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീക ഗൃഹമായി യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീക യാഗം കഴിപ്പാൻ തക്ക വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു. ഞാൻ ശ്രേഷ്ഠവും മാന്യവുമായൊരു മൂലക്കല്ല് സിയോനിലിടുന്നു. അവനിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകുകയില്ല എന്ന് തിരുവെഴുത്തിൽ കാണുന്നുവല്ലോ. വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ആ മാന്യതയുണ്ട്. വിശ്വസിക്കാത്തവർക്കോ വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് തന്നെ മൂലക്കല്ലും ഇടർച്ചക്കല്ലും തടങ്കൽ പാറയുമായി തീർന്നു. അവർ വചനം അനുസരിക്ക് കഴിഞ്ഞാൽ ഇടറിപ്പോകുന്നു. അതിന് അവരെ വെച്ചുമിരിക്കുന്നു. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ പോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. മുൻപേ നിങ്ങൾ ജനമല്ലാത്തവർ, ഇപ്പോഴോ ദൈവത്തിൻ്റെ ജനം. കരുണ ലഭിക്കാത്തവർ, ഇപ്പോഴോ കരുണ ലഭിച്ചവർ തന്നെ. ആമേൻ. ലേഖന വേദഭാഗം വായിച്ചു കഴിഞ്ഞു. സുവിശേഷ വേദഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാമത്തെ അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ വായിച്ചു. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഞാൻ പോകുന്നിടത്തേക്കുള്ള വഴി നിങ്ങൾ അറിയുന്നു. തോമസ് അവനോട്, കർത്താവേ, നീ എവിടെ പോകുന്നു എന്ന് ഞങ്ങൾ അറിയുന്നില്ല, പിന്നെ വഴി എങ്ങനെ അറിയും എന്ന് പറഞ്ഞു. യേശു അവനോട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. നിങ്ങൾ എന്നെ അറിഞ്ഞുവെങ്കിൽ എൻ്റെ പിതാവിനെയും അറിയുമായിരുന്നു. ഇന്നു മുതൽ നിങ്ങൾ അവനെ അറിയുന്നു, അവനെ കണ്ടുപിടിക്കുന്നു എന്ന് പറഞ്ഞു. ഫിലിപ്പോസ് അവനോട്, കർത്താവേ, പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണം, എന്നാൽ ഞങ്ങൾക്ക് മതി എന്ന് പറഞ്ഞു. യേശു അവനോട് പറഞ്ഞത്, ഞാൻ ഇത്രകാലം നിങ്ങളോടുകൂടെ ഇരുന്നിട്ടും നീ എന്നെ അറിയുന്നില്ലയോ ഫിലിപ്പോസേ? എന്നെ കണ്ടവർ പിതാവിനെ കണ്ടിരിക്കുന്നു. പിന്നെ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണം എന്ന് നീ പറയുന്നത് എങ്ങനെ? ഞാൻ പിതാവിലും പിതാവ് എന്നിലും ആകുന്നു എന്ന് നീ വിശ്വസിക്കുന്നില്ലയോ? ഞാൻ നിങ്ങളോട് പറയുന്ന വചനം സ്വയമായിട്ടല്ല സംസാരിക്കുന്നത്. പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തൻ്റെ പ്രവൃത്തി ചെയ്യുന്നു. ഞാൻ പിതാവിലും പിതാവ് എന്നിലും എന്ന് എന്നെ വിശ്വസിപ്പിൻ. അല്ലെങ്കിൽ പ്രവൃത്തി നിമിത്തം എന്നെ വിശ്വസിപ്പിൻ. ആമേൻ, ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവനും ചെയ്യും. ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോകുന്നത് കൊണ്ട്
അതിൽ വലിയതും അവൻ ചെയ്യും. നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ഞാൻ ചെയ്തു തരും. നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുന്നതൊക്കെയും ഞാൻ ചെയ്തു തരും. ആമേൻ. സുവിശേഷ വേദഭാഗവും ഇവിടെ വായിച്ചു തീർന്നു. നമുക്ക് നമ്മുടെ വിശ്വാസം അപ്പോസ്തല വിശ്വാസ പ്രമാണമനുസരിച്ച് ഒരുമിച്ച് ഏറ്റുക. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചവനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവന്റെ ഏകപുത്രനായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. അവൻ പരിശുദ്ധാത്മാവിനാൽ ഉപാദിക്കപ്പെട്ട് കന്യകമറിയയിൽ ജനിച്ച് പൊന്തിയോസ് പിലാത്തോസിൽ കഷ്ടം അനുഭവിച്ച് ക്രൂശിക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ടു. അവൻ പാതാളത്തിലേക്ക് ഇറങ്ങി 3-ാം ദിവസം മരിച്ചവരിൽ നിന്ന് എഴുന്നേറ്റ് സ്വർഗ്ഗാരോഹണം ചെയ്ത് സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടെ ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായവിധിപ്പാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധന്മാരുടെ കൂട്ടമാകുന്ന വിശുദ്ധ ക്രിസ്തീയ സഭയിൽ പാപമോചനവും ശരീരത്തിന്റെ പുനരുത്ഥാനവും നിത്യജീവനും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും അവൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകുന്നതാകട്ടെ. നമുക്ക് ഇന്നത്തെ ധ്യാനഭാഗമായി നൽകപ്പെട്ടത് നാം വായിച്ചു കേട്ട സുവിശേഷ വേദഭാഗം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14-ാമത്തെ അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ചു കേട്ടു. 14-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യവും തുടർന്ന് 13-ഉം 14-ഉം വാക്യങ്ങൾ ഞാൻ ഒരിക്കൽ കൂടി വായിക്കും. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. 13-ാമത്തെ വാക്യം, നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നത് ഒക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ഞാൻ ചെയ്തു തരും. നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുന്നതൊക്കെയും ഞാൻ ചെയ്തു തരും. ആമേൻ. കർത്താവായ യേശു ക്രിസ്തുവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, മനുഷ്യൻ്റെ ഇഹപര ജീവിതത്തിൽ ദൈവജനത്തിൻ്റെ അതുല്യതയെക്കുറിച്ച് ദൈവം പറയുന്ന, കർത്താവായ യേശു പറയുന്ന ഒരു വേദഭാഗമാണ് യോഹന്നാന്റെ സുവിശേഷം 14-ാമത്തെ അധ്യായം. ഒന്നാമത് കർത്താവ് അവിടെ പറയുന്നത് പ്രകാരമാണ്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകരുത് എന്നാണ് മറ്റൊരു ഭാഷാന്തരം. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഈ ലോകത്തിൽ ജീവിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഹൃദയം അസ്വസ്ഥമാകരുത് അല്ലെങ്കിൽ കലങ്ങിപ്പോകരുത് എന്ന് പറയുന്നത് അസംഭവ്യമായ ഒരു കാര്യമാണ് എൻ്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് തോന്നിപ്പോകാം. കാരണം പലരുണ്ട്, ഇന്നിൻ്റെ ചിന്തകളും ഇന്നത്തെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളും ഇന്നുണ്ടാകുന്ന സംഭവങ്ങളുമെല്ലാം നമ്മുടെ ഹൃദയത്തെ വളരെ അസ്വസ്ഥമാക്കുന്ന അനുഭവങ്ങളാണ്. അവയെക്കുറിച്ചുള്ള ചിന്താകുലങ്ങൾ നമ്മുടെ സ്വസ്ഥമായ ജീവിതത്തിന് പലപ്പോഴും ഭാരമുണ്ടാക്കുന്ന വിധത്തിൽ നമ്മെ അത് ഭാരപ്പെടുത്താറുണ്ട്. എന്നാൽ ഇവയെ മാനുഷികമായി കാണുമ്പോഴാണ് നമുക്ക് പലപ്പോഴും നമ്മുടെ മനം, നമ്മുടെ ഹൃദയം അസ്വസ്ഥമായിട്ട് മാറുന്നതെന്ന് നമ്മൾ മറന്നുപോകും. അവന് കടന്നു വരുന്ന ഏത് സംഭവങ്ങളെയും അനുഭവങ്ങളെയും ദൈവികമായ ഒരു അനുഭവത്തിലും ദൈവികമായ കാഴ്ചപ്പാടിലും കാണുന്നവനാണ് ഇടർച്ച വരാതെ മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നത് എന്ന് നമുക്ക് പലവിധമായ അനുഭവങ്ങളിലും നമുക്ക് കാണുവാൻ സാധിക്കും. സ്വാഭാവികമായിട്ടും അസ്വസ്ഥത ഉണ്ടാകുന്ന അനുഭവത്തിൽ നിന്ന് ഒരു വിടുതൽ, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് എന്ന് പറയുന്ന ഒരു അനുഭവത്തിൽ നിന്ന്, ആ കലങ്ങിപ്പോകുന്ന അനുഭവം ഉണ്ടായാൽ അതിൽ നിന്ന് എങ്ങനെ വിടുതൽ പ്രാപിക്കാം, അല്ലെങ്കിൽ അത് സംഭവിക്കാതെ എങ്ങനെ മനുഷ്യന് മുന്നോട്ട് പോകാം എന്നുള്ളതാണ് കർത്താവ് പ്രത്യേകിച്ച് ഈ വേദഭാഗത്തിൽ പറയുന്നത്. വളരെ ചുരുക്കമായ 4
ഭാഗങ്ങൾ മാത്രം നമുക്ക് ചിന്തിക്കാം. ഒന്നാമത് പറയുന്നത് യേശു പറഞ്ഞു, എന്നിൽ വിശ്വസിപ്പിൻ. അപ്പൊ ഈ കർത്താവിൽ വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ യേശുവിൽ വിശ്വസിക്കുന്നവരാണ്. പക്ഷെ നമ്മുടെ വിശ്വാസത്തിൻ്റെ അളവുകോൽ എന്ന് പറയുന്നത് മനുഷ്യന്റെ ജീവിതത്തിന്റെ പ്രതികൂലങ്ങളെ പലരെയും ആശ്രയിച്ചാണ് മുന്നോട്ട് പോകുന്നത്. വിശ്വസിക്കുക എന്ന് പറയുന്നതിന് കർത്താവ് പല ഉദാഹരണങ്ങളും പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ തിരികെ ശിശുക്കളെ പോലെ ആയി വരണമെന്ന് കർത്താവ് പറഞ്ഞു. ആ ദൈവികമായ വചനങ്ങളിൽ നമ്മുടെ ജീവിതത്തിന് സ്ഥാനമുണ്ടാകുമ്പോഴാണ് ഏതവസ്ഥയിലും പതറിപ്പോകാതെ ജീവിക്കുവാൻ മനുഷ്യന് ശക്തി ഉണ്ടാകുന്നത്. യേശുവിൻ്റെ അടുക്കൽ വന്ന അനേകം മാറാരോഗികളോട്, ചില മാറാരോഗികളോട് യേശു പറഞ്ഞത്, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് യേശു പറഞ്ഞവരുണ്ട്. നിന്റെ വിശ്വാസം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് യേശു പറഞ്ഞവരുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ യേശു പറയുന്നത്, എന്നിൽ വിശ്വസിപ്പിൻ. ഒന്നാമത്തെ വാക്യത്തിൻ്റെ ഒരു ഭാഗമാണ് എന്നിൽ വിശ്വസിപ്പിൻ. ഏത് പ്രതികൂലമായ സാഹചര്യങ്ങളിലും നമുക്ക് പരിഹരിക്കാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്ന ഭൗതികമായ കാര്യങ്ങളിലും നമുക്ക് ഈ അവയെ യേശുവിൽ അർപ്പിക്കുന്നതിനും യേശുവിൽ വിശ്വസിക്കുന്നതിനും ഉള്ള ഒരു അചഞ്ചലമായ വിശ്വാസം നമ്മുടെ ഉള്ളിലുണ്ടാകണം. എൻ്റെ കർത്താവ് എന്നോടുകൂടെ ഉണ്ട് എന്നുള്ള ഒരു വിശ്വാസമാണ് അവിടെ പറയുന്നത്. രണ്ടാമത് കർത്താവായ യേശു അവിടെ പറയുന്നത്, ഞാൻ നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തു. ഇത് അവിടെ യേശു പറയുന്നത് കർത്താവ് വീണ്ടും ചേർത്തുകൊള്ളും എന്നാണ് പറയുന്നത്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, മനുഷ്യന്റെ ഇഹപര ജീവിതത്തിൽ വരുന്ന ദൈവികമായ മഹത്വത്തെക്കുറിച്ച് പറയുന്നതാണ്. യേശു നമ്മെ ചേർത്തുകൊള്ളുവാൻ ആഗ്രഹിക്കുന്നവരാണ്. അവൻ നമ്മെ ചേർത്തുകൊള്ളുവാൻ വീണ്ടും വരും എന്ന് പറയുക മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ തന്നെ ഭൗതികമായ ജീവിതത്തിൻ്റെ അവസ്ഥകളിൽ പലവിധമായ പ്രതികൂല അവസ്ഥകളിലൂടെ മുന്നോട്ട് പോകുമ്പോഴും നമ്മെ ചേർത്ത് പിടിക്കുന്ന ഒരു യേശു നമ്മോട് കൂടെ ഉണ്ട്. നമ്മെ കാണുകയും കേൾക്കുകയും നമ്മെ മാത്രം അറിയുകയും നമ്മെ അറിയുകയും ചെയ്യുന്നവനായ യേശു, ആ യേശു ക്രിസ്തുവിൻ്റെ സാന്നിധ്യം എപ്പോഴും നമ്മോട് കൂടെ ഉണ്ട്. നമുക്ക് വരുന്ന പ്രതികൂലങ്ങളെ തരണം ചെയ്യുന്നതിന് വേണ്ടി കർത്താവ് നമുക്ക് തരുന്ന ഒരു ശക്തിയാണ് ആ അനുഗ്രഹം എന്ന് പറയുന്നത്. കാരണം നമ്മുടെ പൗരത്വം എന്ന് പറയുന്നത് ഇവിടെയല്ല. നിങ്ങളുടെ പൗരത്വം എന്നത് സ്വർഗത്തിലാകുന്നു. നമ്മൾ ദൈവത്തിൻ്റെ ജനമാണ്. നമ്മൾ വായിച്ചു ഒന്നാമത്തെ വേദഭാഗത്തിൽ, അന്ധകാരത്തിൽ നിന്നും അത്ഭുത പ്രകാശത്തിലേക്ക് വിളിക്കപ്പെട്ട ദൈവത്തിൻ്റെ മക്കളാണ്, ദൈവത്തിൻ്റെ ജനമാണ്. നമുക്കൊരിക്കലും അവനിൽ നിന്ന് അകന്നു ജീവിക്കുവാൻ നമുക്ക് സാധിക്കുകയില്ല. നമ്മിൽ നിന്ന് കർത്താവ് അകന്ന് നിൽക്കുന്നവനുമല്ല, എപ്പോഴും നമ്മോടുകൂടെ വസിച്ച് നമ്മെ അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യുന്നവനാണ്. മൂന്നാമത് യേശു തന്നെ കുറിച്ചോടെ പറയുന്ന പ്രകാരം, ഞാൻ വഴിയും സത്യവും ജീവനും ആകും. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ധ്യാനിച്ചത് യേശു നമ്മിലേക്ക് വരുന്നത് നമുക്ക് ജീവനുണ്ടാകുവാനും സമൃദ്ധിയായ ജീവനുണ്ടാകുവാനും എന്നാണ് യേശു വന്നിരിക്കുന്നത്. ഇവിടെ പറയുന്നത് യേശു വഴിയും സത്യവും ജീവനുമാകും. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകും. ജീവനാണ് യേശു. ആ യേശു ക്രിസ്തു നമ്മിൽ വസിക്കുമ്പോൾ, നമ്മിൽ യേശു ക്രിസ്തുവിൻ്റെ ശക്തി ജീവനായി വ്യാപരിക്കുമ്പോൾ, ലോകത്തിലുള്ളവയെ നമുക്ക് ജയിക്കുവാൻ സാധിക്കും. അവയെ ജയിക്കുവാൻ സാധിക്കുമെന്നുള്ള ഒരു ബലം, ഒരു ദൈവികമായ കരുണ നമ്മളിലുള്ളപ്പോൾ നമ്മുടെ ഹൃദയം കലങ്ങിപ്പോകാതെ, നമ്മൾ അസ്വസ്ഥരാകാതെ, ലോകത്തിൽ ഏത് പ്രതികൂല അവസ്ഥകൾ കടന്നു വന്നാലും നമുക്ക് ദൈവത്തിൻ്റെ മുൻപിൽ അനുഗ്രഹത്തോടെ മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധിക്കും. കാരണം കർത്താവ് നമ്മുടെ ജീവനാണ്, നമ്മുടെ വഴിയാണ്, നമ്മുടെ വഴികാട്ടിയാണ്. നമ്മുടെ വഴികളിൽ ശക്തി, അനുഗ്രഹം, കൃപ എന്നിവ പകരുന്നവനായി നമ്മോടുകൂടെ വസിക്കുവാൻ കരുണ കാണിക്കുന്നവനാണ്. നാലാമത് നമ്മൾ വായിച്ചു കേട്ട സുവിശേഷ വേദഭാഗത്തിൻ്റെ അവസാന വേദഭാഗത്തിൽ യേശു പറയുന്ന ഒരു വാഗ്ദാനം ഇപ്രകാരമാണ്: എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും ഞാൻ നിങ്ങൾക്ക് ചെയ്ത് തരും. ദൈവനാമത്തിൽ നാം അപേക്ഷിക്കുന്നതൊക്കെ അവിടെയും നമുക്ക്
വിശ്വാസമുള്ള ഒരു അപേക്ഷ നമുക്കുണ്ടാകണം. അത് പ്രാർത്ഥനയെക്കുറിച്ച് പറയുന്നതാണ്. എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരും. അത് ദൈവ ഇഷ്ടപ്രകാരം നമുക്ക് ചെയ്തു തരും. അവിടെയും നമുക്കുണ്ടാകേണ്ടുന്നത് പലപ്പോഴും മനുഷ്യന്റെ മനസ്സിലുണ്ടാകുന്ന ഒരു ചിന്തയാണ്, എനിക്ക് ലഭിക്കുമോ, അല്ലെങ്കിൽ എൻ്റെ പ്രാർത്ഥന കേൾക്കുമോ, എൻ്റെ ആലയത്തിലായിരുന്നു പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കുമോ. ഇതെല്ലാം, ഈ ചിന്താകുലങ്ങളെല്ലാം നമ്മെ ഭരിക്കാറുണ്ട്. അപ്പോൾ ആ ചിന്താകുലങ്ങൾ നമ്മെ ഭരിക്കുമ്പോഴാണ് നമുക്ക് ഹൃദയത്തിൽ വീണ്ടും അസ്വസ്ഥത പകരുന്നത്. യാക്കോബിന്റെ ലേഖനം പറയുന്നത് പോലെ നമ്മൾ യാചിക്കുന്നവർ ഒന്നും സംശയിക്കാതെ ദൈവത്തോട് യാചിക്കണം. കർത്താവ് നമുക്ക് വേണ്ടി കരുതുന്നവനാണ്. ഒന്നും സംശയിക്കാതെ യാചിക്കുന്നവന് കർത്താവ് നൽകുമെന്ന് അവിടെയും വാഗ്ദത്തം ചെയ്തു. ഇവിടെ യേശു പറയുന്ന പ്രകാരമാണ്, ദൈവനാമത്തിൽ നാം എന്തപേക്ഷിച്ചാലും കർത്താവ് നമുക്ക് തരും. ഈ വിശ്വാസം നമുക്കുണ്ട് എങ്കിൽ, യേശു പറഞ്ഞതിൽ വിശ്വസിക്കും, ഈ വിശ്വാസം നമുക്കുണ്ട് എങ്കിൽ നമ്മൾ എന്തിന് അസ്വസ്ഥരാകണം? നമ്മുടെ ഹൃദയങ്ങൾ എന്തിന് കലങ്ങിപ്പോകണം? പലവിധമായ ചിന്താകുലങ്ങളുമായിട്ടായിരിക്കാം ഒരു പക്ഷേ ഈ ദിനം നമ്മൾ ആരംഭിക്കുന്നത്. ഓരോ ദിനവും കഴിച്ചു കൂട്ടുന്നത് അത് നമ്മുടെ ജീവിതത്തെ അസ്വസ്ഥമാക്കാറുണ്ട്, നമ്മുടെ ഹൃദയത്തെ ഭാരപ്പെടുത്താറുണ്ട്. നമ്മുടെ ഹൃദയത്തിൽ ഭാരപ്പെടുത്തുന്ന അനുഭവം, ഖേദമുണ്ടാക്കുന്ന, ദുഃഖമുണ്ടാക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. പക്ഷെ കർത്താവിൻ്റെ വാഗ്ദാനം ഇതാണ്: ഒന്ന്, എന്നിൽ വിശ്വസിപ്പിൻ; രണ്ട്, ഞാൻ നിങ്ങളെ ചേർത്തുകൊള്ളും; മൂന്നാമത് കർത്താവ് പറഞ്ഞ പ്രകാരം, ഞാൻ വഴിയും സത്യവും ജീവനുമാകും നമ്മുടെ ജീവിതങ്ങൾക്കാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് യാചിച്ചാലും ഞാൻ നിങ്ങൾക്ക് തരും. നമ്മുടെ ജീവിതത്തിലുള്ള മനസ്സിനെ ഭാരപ്പെടുത്തുന്നത് എന്ത് ദൈവത്തോട് യാചിച്ചാലും കർത്താവ് നമുക്ക് തരും എന്നുള്ളത് ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. നമ്മളങ്ങനെ പല നന്മകളും അനുഗ്രഹങ്ങളും ദൈവത്തിൽ നിന്ന് പ്രാപിച്ചിട്ടുള്ളവരാണ്. അത് നമ്മുടെ ജീവിതാനുഭവങ്ങളിൽ യേശു പറഞ്ഞതുപോലെ ജീവനായി നമ്മുടെ ജീവിതത്തിൽ വ്യാപരിച്ചിട്ടുണ്ട്. ലോകത്തിൽ എന്ത് പ്രതികൂല അവസ്ഥകളിലൂടെ നമ്മൾ കടന്നു പോകേണ്ടി വന്നാലും ശരി, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലം ആര് എന്ന് ചിന്തിക്കുവാനുള്ള ആത്മധൈര്യം നമുക്ക് ഉണ്ടാകും. നമ്മുടെ ഹൃദയങ്ങളെ സമ്പൂർണമായി ക്രിസ്തുവിങ്കിൽ പകരുന്ന, അനുഗ്രഹത്തോടെ ബലം പ്രാപിക്കുന്ന, ക്രിസ്തുവിനായി ജീവിക്കുന്ന, സന്തോഷത്തോടെ ജീവിച്ചു വാഴുന്ന ഒരു ജീവിതാനുഭവം നമുക്ക് ഉണ്ടാകും. ഈ വലിയ നന്മയിൽ ജീവിക്കുവാൻ, സന്തോഷിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ അനുഗ്രഹിക്കുകയും നമ്മെ ആശീർവദിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും കർത്താവായ ക്രിസ്തുവിങ്കിൽ അനുഗ്രഹിച്ച് സൂക്ഷിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് 324 പാട്ട് പാടാം. 324.
ഞങ്ങളുടെ ജീവനും വഴിയും സത്യവുമായിരിക്കുന്ന യേശുവേ, ഈ ഭൂമിയിലെ ജീവിതത്തിൽ ഞങ്ങൾ അസ്വസ്ഥരാകുമ്പോൾ, കർത്താവേ, ഞങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകുമ്പോൾ, ഞങ്ങൾക്ക് വചനമായും സക്രമെന്റായും നീ ഞങ്ങളുടെ അരികെ വന്ന് നീ ഞങ്ങൾക്ക് കൃപയായും ബലമായും അനുഗ്രഹമായും ആശ്വാസമായും നീ ഞങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന വലിയ സ്നേഹത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ലോകത്തിൻ്റെ പ്രതികൂലങ്ങളിൽ സമ്പൂർണമായും ഞങ്ങൾ അങ്ങിൽ മാത്രം വിശ്വാസം വയ്ക്കുവാൻ തക്കവിധം നീ ഞങ്ങളെ ദിനം പ്രതി നിന്റെ കൃപയുടെ കരങ്ങളാൽ അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യുമാറാകണമേ. ഞങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ അങ്ങയോട് ഏറ്റുപറഞ്ഞ് കർത്താവിൻ്റെ അനുഗ്രഹം പ്രാപിക്കുന്നവരായിരിക്കാൻ അവിടുന്ന് കൃപ ചെയ്യുമാറാകണം. കരുണയുള്ള കർത്താവേ, ഈ ശബ്ദം ശ്രവിക്കുന്ന എല്ലാവരുടെ മേലും നാഥാ നിന്റെ കൃപയും സ്നേഹവും നൽകി അനുഗ്രഹം ചൊരിയുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സഭയെ ഞങ്ങൾ ഓർക്കുന്നു കർത്താവെ. ഞങ്ങളുടെ സഭയിലെ അംഗങ്ങളായിരിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും നന്ദിയോടെ ഞങ്ങൾ ഓർക്കുന്നു കർത്താവെ. ലോകത്തിലെ എല്ലാ ജനതകളെയും ഞങ്ങൾ ഈ സമയം ഓർക്കുന്നു. അവിടുന്ന് അനുഗ്രഹിക്കുമാറാകണം കർത്താവെ. രോഗങ്ങളാലും വാർദ്ധക്യ സഹജമായ പ്രയാസങ്ങളാലും ഭാരപ്പെടുന്നവർക്ക് അവിടുന്ന് ആശ്വാസം നൽകുമാറാകണമേ. അന്യരാജ്യങ്ങളിൽ കഴിയുന്ന എല്ലാവരുടെ മേലും കർത്താവെ നിന്റെ അനുഗ്രഹത്തെയും സ്നേഹത്തെയും നൽകി അവരായിരിക്കുന്ന സ്ഥലങ്ങളിൽ യേശുവേ നിന്റെ കാവൽ കൊണ്ടും മുദ്രയിടുമാറാകണമേ. അവിടുന്ന് പരിപാലിച്ചു കൊള്ളുമാറാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്നവരെയും പട്ടാളക്കാരായി രാജ്യത്തെ സേവിക്കുന്നവരെയും കർത്താവെ, രാജ്യത്തെ നിയമപാലകർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരുടെ കഠിനാധ്വാനങ്ങളെല്ലാം ഫലവത്തായി തീരുവാൻ അവിടുന്ന് കൃപ ചെയ്യുമാറാകണമേ. ഞങ്ങളുടെ സംസ്ഥാനത്തിനായും ഞങ്ങളുടെ രാജ്യത്തിനായും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഭരണകർത്താക്കൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവെ, വ്യാപരിച്ചു കൊണ്ടിരിക്കുന്ന വൈറസിൻ്റെ അനുഭവത്തിൽ നിന്ന് ആ സ്ഥലങ്ങളെ വിടുവിക്കുകയും ജനങ്ങളെ സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തർക്കും അന്നു വേണ്ടുന്ന നന്മകൾ അനുഗ്രഹമായും സ്നേഹമായും നൽകി അവിടുന്ന് സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുമാറാകണമേ എന്ന് താഴ്മയോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. തുടർന്ന് വരുന്ന ദിവസങ്ങളിൽ ലോകത്തിൽ നിന്ന് ഞങ്ങളുടെ രാജ്യത്തിൽ നിന്ന് സന്തോഷവർത്തമാനങ്ങൾ കേൾക്കുവാൻ അവിടുന്ന് സഹായിക്കുമാറാകണം. പലവിധമായ ഭാരങ്ങൾ അനുഭവിക്കുന്നവർക്ക് നീ ആശ്വാസം നൽകുമാറാകണമേ കർത്താവെ. സഭയെ അനുഗ്രഹിക്കണമേ. എല്ലാ കുടുംബങ്ങളെയും നീ അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യുമാറാകണം. ഞങ്ങൾക്ക് ഒരുമിച്ച് ദേവാലയത്തിൽ കടന്നു വന്ന് അങ്ങയെ ആരാധിക്കുന്നതിന് വേണ്ടിയുള്ള അവസരങ്ങൾ അങ്ങ് തന്നെ ഒരുക്കി തരുമാറാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമാറാകണം പിതാവേ. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം സ്വീകരിക്കപ്പെടണമേ. തിരുരാജ്യം വരണമേ. തിരുയിഷ്ടം സ്രോതത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ പാപകടങ്ങളെ ഞങ്ങൾ ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദോഷത്തിൽ ഞങ്ങളോട് എടുക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേക്കുള്ളതല്ലോ. ആമേൻ. നമ്മുടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹപ്പെടുത്ത പുത്രനാം യേശു മിശിഹായുടെ കൃപയും ദൈവാത്മാവിൻ്റെ സംസർഗവും കൂട്ടായ്മയും അനുഗ്രഹമായും സമാധാനമായും നിങ്ങളോടുകൂടെ ഇരുന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ.